ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു സോസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല, പക്ഷെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു അരമണിക്കൂർ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെച്ചു. ഇനി കുറച്ചധികം തന്നെ വെള്ളം ബോയിലാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ റൈസ് കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് കുക്കാകാണ്ട് ശ്രദ്ധിക്കണേ. കുക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ റൈസ് ഒന്നൊന്ന് തൊട്ടുകാതെ നമുക്ക് കിട്ടണം കേട്ടോ. ഞാൻ വേറൊരു പാനിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേ പാനിൽ തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തു. അതിനകത്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ചിക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു. നമ്മളവിടെ ഇങ്ങനെ ആക്കുന്നതിന് പറയും ചിക്കുക എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിൽ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതുപോലെ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ കാണാം. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഞാനിനി പാനിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ബീൻസ്, ക്യാബേജ്, ഉള്ളി മീൻസ് സവോളയാണ് കേട്ടോ. ദെൻ ക്യാരറ്റ്, പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ചിടാം. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കണം. അതിൽ കുറച്ച് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണ്ട. നമുക്കിനി അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഓൾറെഡി ശ്രദ്ധിക്കണം, റൈസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് നമ്മൾ ഫ്രൈഡ് റൈസ് ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് ഉപ്പ് നോക്കി മാത്രം തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തതും എഗ്ഗും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കാം. ഇതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഫ്ലെയിം കുറയ്ക്കുകയും ചെയ്യരുത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഹൈ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ റൈസിൻ്റെ ആ ഒരു വേവും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. തീ കുറച്ച് വെക്കുകയേ ചെയ്യരുത്. കാരണം ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച ഒരു സ്മോക്കി ടേസ്റ്റ് പോലെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ എടുക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കാരണമാണ് ഈ ചൂട് എപ്പോഴും ആ ഹൈ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പറായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സൂപ്പർ ചില്ലി ചിക്കനോ ഗാർലിക് ചിക്കനോ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്. അടിപൊളിയല്ല. ഞാൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എല്ലാം ഷോർട്ടിലുണ്ട്, കാണുക. അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നല്ല റെസിപ്പികളായിട്ടുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.